നമ്മുടെ എല്ലാവിധ തടസ്സങ്ങളും മാറാൻ ഇതിനേക്കാളും വലിയൊരു മാർഗം വേറെയില്ല. ഈ ഒരു ഇല നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളെ എല്ലാ തടസ്സങ്ങളും നീങ്ങും, എല്ലാ സ്തംഭനങ്ങളും ഇതോടുകൂടി അവസാനിക്കും. പിന്നെ നിനക്ക് ഒരു കാര്യത്തിനും തടസ്സം ഉണ്ടാവില്ല. ആ ഒരു പൈശാചികമായിട്ടുള്ള തടസ്സം നിന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു പോകാൻ ഈ ഒരു അമല് മതി. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മജ്‌ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾ സങ്കടങ്ങൾ പറയുന്ന ഒരു വിഷയമാണ്. ഞങ്ങൾ എന്തിനും ഇറങ്ങിയാലും ഒരു തടസ്സം, ആ ഒരു കാര്യം പരിപൂർണമാക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയുന്നില്ല. ഒരു കാര്യവും അതിൻ്റെ ഒരു ഫതഹത്തിലെത്തിക്കാൻ, അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തിക്കാൻ കഴിയുന്നില്ല. ഞാനൊരു ജോലിയിലേക്ക് ഇറങ്ങിയാൽ ആ ജോലി എനിക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. എനിക്കെന്തെങ്കിലും ജോലിക്ക് ഞാൻ അന്വേഷിച്ച് ഇറങ്ങിയാൽ ആ ജോലി എനിക്ക് ലഭിക്കുന്നില്ല. എൻ്റെ ഒപ്പം പഠിച്ച എല്ലാവർക്കും എൻ്റെ അതേ ഗ്രേഡുള്ള, എൻ്റെ സർട്ടിഫിക്കറ്റുള്ള, എന്നോട് കൂടെ പഠിച്ച എല്ലാവർക്കും ജോലി കിട്ടി, എനിക്ക് കിട്ടിയില്ല. അവിടെ ഒരു തടസ്സമാണ്. അങ്ങനെ എടുത്തു നോക്കിയാൽ ജീവിതത്തിൽ ഉടനീളം തടസ്സം. ജോലിക്കാര്യത്തിലുള്ള തടസ്സം, വിവാഹകാര്യത്തിലുള്ള തടസ്സം, ഒരു മസ്കൻ, ഒരു വീട്, ഒരു ഭവനത്തിന്റെ പേരിലുള്ള തടസ്സം, ഭൂമിക്കുള്ള തടസ്സം, എല്ലാവിധ തടസ്സങ്ങളും, എല്ലാവിധ സ്തംഭനങ്ങളും, പിന്നീടുണ്ടാകുന്നത് പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ ചെയ്തുകൊണ്ട് തടസ്സപ്പെടുത്തൽ, ഒരു സ്തംഭനം അവന്റെ മേൽ സൃഷ്ടിക്കൽ. അതൊരാൾ സൃഷ്ടിക്കുന്ന തടസ്സമാണ്, ഒരാൾ ഉണ്ടാക്കുന്ന തടസ്സമാണ്. അവനക്കത് ലഭിക്കരുത്, ആ ജോലി അവനക്ക് ലഭിക്കരുത്, അവന്റെ കാര്യങ്ങളൊന്നും റെഡിയാവരുത്. പിന്നീട് നമുക്ക് എങ്ങനെ തിരിഞ്ഞാലും നമ്മൾ തടസ്സമാണ്. അതാ പറയുന്നത്, നമ്മളിങ്ങനെ നിന്ന് തിരിയും. കാരണം അങ്ങോട്ടിറങ്ങിയാൽ അവിടെ തടസ്സം, ഇങ്ങോട്ടിറങ്ങിയാൽ അവിടെ തടസ്സം. അങ്ങനെ ആവുമ്പോൾ നമ്മൾ തിരിയല ചെയ്യാം. ഒരു കാര്യം നമുക്ക് അടുക്കണില്ല. എത്രയോ ആളുകളാണ് സങ്കടം പറയുന്നത്. എല്ലാം ഉണ്ടായിരുന്നു, ബിസിനസ് ഉണ്ടായിരുന്നു, നല്ല ഹൈറായ ജോലി ഉണ്ടായിരുന്നു, ഒരു വീടുണ്ടായിരുന്നു, എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ വാടക കൊടുക്കേണ്ട അവസ്ഥയാണ്. തങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കൂല. ഞാനിട്ട് ഡ്രസ്സും എൻ്റെ ഇതൊന്നും വസ്ത്രധാരണകൾ കണ്ടാൽ നിങ്ങൾ വിശ്വസിക്കൂല. ഞാൻ അത്രയും ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിലാണ്. ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങണ്ടേ, അവരിൽ നിന്ന് മറച്ചു വെക്കാനാണ് ഞാൻ ഈ ഡ്രസ്സൊക്കെ ധരിച്ചു പോകുന്നത്. അത്രയും പ്രയാസത്തിലാണ്, അത്രയും വലിയ ബുദ്ധിമുട്ടിലാണ് എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നവർ, അവരുടെ കൺഭാഷ്പങ്ങള് കണ്ണിൽ നിന്ന് ചാലിട്ടൊഴുകുന്നവരുണ്ട്, കരയുന്നവരുണ്ട്. ഇത്തരം സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു കാര്യവും അടുത്ത് കിട്ടുന്നില്ല. എന്തോ ഒരു പൈശാചികമായ ഒരു കെട്ടിലാണ് ഞാനുള്ളത്, ഒരു തടസ്സത്തിലാണ്. ആ തടസ്സം നമുക്ക് നീങ്ങണം. ഈ ഒരു അമല് നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, നിങ്ങളുടെ ആ തടസ്സം ഇല്ലാതെയാവും. കുറേ ആളുകൾക്ക് നമ്മളിത് കൊടുത്ത് വലിയ റിസൾട്ട് ലഭിച്ചതാണ്, വലിയ മുജറബാണ്. ഇത് അനുഭവസ്ഥര് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞതാണ്. നമ്മൾ ഓരോരോ അമല് ചെയ്യുന്ന സമയത്ത് അത് ഞാൻ നിങ്ങൾക്ക് ഇജാസിയത്തോടു കൂടി പറഞ്ഞുതരാണ്, എൻ്റെ സമ്മതത്തോടുകൂടി. മഹാന്മാരായ ഉപ്പാപ്പമാര് നമുക്ക് കൈമാറി തന്ന ഈ ഒരു അമല്, ഈ ഒരു ചികിത്സാ രീതികൾ, അത് നിങ്ങൾക്ക് ഞാൻ പകർന്നു നൽകാണ്. ഇൻഷാ അല്ലാഹ് ഏറ്റെടുക്കേണ്ടവർക്ക് ഏറ്റെടുക്കാം, ചെയ്യേണ്ടവർക്ക്, ഇത്തരം തടസ്സങ്ങളുള്ളവർക്ക് അത് വീട്ടിൽ നിന്ന് ചെയ്യാം. പിന്നെ ഇൻഷാ അല്ലാഹ് അതിൻ്റെ ജാസിയത്ത് വേണമെങ്കിൽ, അങ്ങനെ സമ്മതം വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് കോണ്ടാക്ട് ചെയ്യാം. ചില സമയങ്ങളിലാണ് പരിപാടികളൊന്നും ഇല്ലെങ്കിൽ ഫ്രീ ആണെങ്കിൽ എടുക്കും, അല്ലെങ്കിൽ അങ്ങോട്ട് വിളിക്കും. ഇൻഷാ അല്ലാഹ് സമ്മതം ചോദിക്കേണ്ടവർക്ക് ചോദിക്കാം. ഇൻഷാ അല്ലാഹ് ഏതാണ് അമല് നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല. സംഭവങ്ങൾക്ക് മനസ്സിലായില്ല. തടസ്സം അത് ഏത് നിലയിലുള്ള തടസ്സമാണെങ്കിലും അത് നീങ്ങുക തന്നെ ചെയ്യും. ഉറപ്പായിട്ട് നിങ്ങളത് ചെയ്തു നോക്കി. ഏതാണ് അമല് അത് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്‌ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്നായിട്ട്, കേരളത്തിൻ്റെ അകത്തു നിന്നുള്ള ആളുകൾ, പുറത്തു നിന്നുള്ള ആളുകൾ, തമിഴ്നാട് പോലുള്ള, കർണാടക പോലുള്ള, ഗൾഫ് രാജ്യങ്ങൾ പോലുള്ള ഇതര രാജ്യങ്ങളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമായി ബന്ധപ്പെടുന്നവരുണ്ട്. തങ്ങൾ പറയുന്ന അത്തരം വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്.
ഇത്തരം ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ, ശൈത്വാനീയത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, സിഹിർ സംബന്ധമായ പ്രയാസങ്ങൾ, ഭൂമി സംബന്ധമായ പ്രയാസങ്ങൾ, വീട് സംബന്ധമായ പ്രയാസങ്ങൾ, ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വിള്ളലുകൾ, പിണക്ക വിഷയങ്ങൾ, ഇതൊക്കെ സമീപിക്കാനായിട്ട് നമ്മൾ വിളിക്കാറുണ്ട്. ഇതിൻ്റെ പരിഹാരം ചോദിച്ചിട്ട് തങ്ങൾ എവിടെയാണ്, ഒന്ന് നേരിട്ട് വന്ന് കാണണമായിരുന്നു പറയുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് ചോദിച്ചറിഞ്ഞു വരിക. ആഴ്ചയിലെ 2 ദിവസമാണ്, ശനിയും തിങ്കളുമാണ് വീട്ടിൽ നോട്ടമുള്ളത്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് ചോദിച്ചറിഞ്ഞു വരിക. സകല പ്രയാസങ്ങളും, ഇടങ്ങേറുകളും, ബുദ്ധിമുട്ടുകളും അള്ളാഹു തീർത്ത് വലിയ റാഹത്ത് ജീവിതത്തിൽ നൽകട്ടെ. വലിയ അഭിവൃദ്ധികൾ അള്ളാഹു ജീവിതത്തിൽ നൽകട്ടെ. എല്ലാ തടസ്സങ്ങളും മാറി അള്ളാഹു ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ അള്ളാഹു നമുക്ക് തന്നനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഏതാണ് ഈ ഒരു അമൽ? ഇത് ചെയ്യാൻ നമുക്ക് വേണ്ടത് വെറും ഒരു 7 ഇല. എന്തിൻ്റെ ഇല? എരിഞ്ഞിയുടെ ഇല. എരിഞ്ഞിയുടെ ഇല എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് മനസ്സിലായി എന്താണ് ഈ എരിഞ്ഞിൻ്റെ ഇല. ഒരു വെള്ള പൂവൊക്കെ ഉണ്ടാകുന്ന, ചില കായകൾ ഉണ്ടാകുന്ന എരിഞ്ഞിയുടെ ഇല. ഞാൻ ഈ ഫോട്ടോ കൊടുക്കാം മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ. എരിഞ്ഞിയുടെ ഇല ചില ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പല ഭാഗങ്ങളും എരിഞ്ഞിയെന്ന് തന്നെ അറിയപ്പെടുന്നത്. നമ്മൾ കുറേ ആളുകൾക്ക് അമല് കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് അമല് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് പല രീതിയിൽ ഈ ഇല കൊണ്ട് നമുക്ക് അമല് ചെയ്യാം. അങ്ങനെ കുറേ അമലുകൾ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആളുകൾക്ക്. ഇൻഷാ അല്ലാഹ് ഈ ഒരു അമല് ചെയ്യാൻ 7 എരിഞ്ഞിൻ്റെ ഇലയാണ് വേണ്ടത്. 7 എരിഞ്ഞിയുടെ ഇല. എരിഞ്ഞിയുടെ ഇല എടുത്തിട്ട് ഓരോ ഇലയിൽ ഇൻഷാ അല്ലാഹ് ഈ രീതിയിൽ, ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കുന്ന രീതിയിൽ നിങ്ങൾ ആ ഇലയിൽ എഴുതുക. ഒന്നുമില്ല, അലം നശ്റഹ്, സൂറത്തു ശറഹ് ഒറ്റ അറഫിൽ എഴുതുക. ഒറ്റ അറഫിൽ ആ ഇലയിൽ എഴുതുക. ഇലയിൽ എഴുതിയിട്ട് ആർക്കാണോ തടസ്സമുള്ളത് അവരുടെ പേര് എഴുതുക. ഉദാഹരണത്തിൽ ഫാത്തിമക്കാണ് ഈ തടസ്സമുള്ളത്. ഫാത്തിമാൻ്റെ ഉമ്മാൻ്റെ പേര് ഖദീജ, അല്ലെങ്കിൽ ഇന്നാലൊരു ഫുലാന്, ആ ഫുലാൻ്റെ പേര് എഴുതുക. ആ ഫുലാൻ്റെ ഉമ്മാൻ്റെ പേര് എഴുതുക. ഉമ്മാടെ മാതാവിൻ്റെ പേര് എഴുതുക. ആ ഇലയിൽ അങ്ങനെ തന്നെ എഴുതുക. ഈ രീതിയിൽ എഴുതിയിട്ട് ഓരോ ഇലയിലും ഇലയിൽ ഈ രീതിയിൽ എഴുതുക. എന്നിട്ട് ഓരോ ഇലയെടുത്ത് 7 ദിവസം ഓരോ ഇലയെടുത്തിട്ട് 7 പ്രാവശ്യം സൂറത്തു ശറഹ് അലം നശ്റഹ് ഓതുക. ഓരോ പ്രാവശ്യം ഓതുമ്പോഴും ഒരു ഇല എടുത്തിട്ട് അവൻ്റെ തലയിൽ ഇടത്തുനിന്ന് വലത്തുഭാഗത്തേക്ക് ഉഴിഞ്ഞിടുക. 3 പ്രാവശ്യം പരിപൂർണമായിട്ട് ഉഴിഞ്ഞെടുത്തിട്ട് അത് അടുപ്പിൽ തീയിലിട്ട് കരിയിക്കുക. അങ്ങനെ ഓരോ ഇലയിൽ ഇതുപോലെ ഇപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു തടസ്സം, അപ്പോൾ ഉണ്ടാകുന്ന ആ തടസ്സം, ആ ഒരു ബുദ്ധിമുട്ട്, അത് ജോലിക്കാണെങ്കിലും വിവാഹ തടസ്സങ്ങളാണെങ്കിലും പിന്നെ മറ്റുള്ള കാര്യങ്ങളിലുള്ള തടസ്സങ്ങളാണെങ്കിലും എന്തു വിധത്തിലുള്ള തടസ്സം, ഒരു സ്തംഭനം നമുക്കൊരു തോന്നി, എന്നെന്തോ ഒരു കെട്ടിവെച്ചതുപോലെ. കാരണം ഞാൻ ഇതുവരെ ലാവിഷായിരുന്നു, ഇതുവരെ ഞാനൊരു ഫ്രീ ആയിരുന്നു. ഇപ്പം എനിക്കെന്തോ ഒരു കെട്ടുകുടുങ്ങിയതുപോലെ. എൻ്റെ ബിസിനസ്സും നടക്കുന്നില്ല, എൻ്റെ ജോലിയൊന്നും റാഹത്തായിട്ട് നടക്കുന്നില്ല. എനിക്കെന്തോ ഒരു കെട്ടുണ്ട്, എനിക്കെന്തോ ഒരു തടസ്സമുണ്ട്, എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് സ്വയം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. കാരണം എപ്പോഴും നമ്മൾ സ്മൂത്തായിട്ട് പോകുമ്പോൾ അവിടെ ഒരു കിടങ്ങ് വന്നാൽ, അവിടെ ഒരു കുഴി വന്നാൽ അതിലേക്ക് നമ്മൾ ചാടും. പിന്നെ ആ കുഴിയിലായിരിക്കും നിന്ന് തിരിയൽ. അല്ലേ നമ്മൾ സ്മൂത്തായിട്ട് പോവാണ്, പെട്ടെന്നായിരിക്കും ഒരു വീഴ്ച. ആ വീഴ്ച നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും, ക്യാച്ച് ചെയ്യാൻ കഴിയും. അല്ല, എപ്പോഴും നമുക്ക് ഓരോ ബുദ്ധിമുട്ടുകളാണ്. അതിങ്ങനെ തടസ്സങ്ങളൊന്നുമില്ല, കാരണം എപ്പോഴും ഒരേ രീതിയിലാണ് പോണത്. അപ്പം അതിന് തടസ്സമൊന്നും പറയില്ല. എല്ലാം റാഹത്തായി പോയിരുന്നു. ഒറ്റ വീഴ്ച വന്നത്, ഒറ്റ ആരോ ഒന്ന് ഉന്തിയിട്ടതുപോലെ, ആരോ ഒന്ന് തള്ളിയിട്ടതുപോലെ പെട്ടെന്നുണ്ടായൊരു തടസ്സം, പെട്ടെന്നുണ്ടായൊരു സ്തംഭനം. ഇതിനാണ് തടസ്സം എന്ന് പറയാം. അതുപോലെ വിവാഹത്തിൽ, കാരണം എല്ലാ കാര്യങ്ങളും അടുത്ത് വരും, പക്ഷേ കാര്യങ്ങളിലേക്ക് അടുക്കുമ്പോൾ ഇതൊന്നും നടക്കുന്നില്ല, തട്ടിപ്പോവാണ്. എല്ലാ കാര്യങ്ങളുണ്ട്, പഠനമുണ്ട്, എല്ലാം ഉണ്ട്, ഒരു കുറവില്ല. പക്ഷേ ഒരു കാര്യവും അടുക്കുന്നില്ല. എത്ര ആളുകളാണ് ഈ അമല് ചെയ്തുകൊണ്ട് പിന്നീട് അവർക്ക് റാഹത്താകുന്നത്, ഇണകൾ യോജിച്ച് വരുന്നത്, ഇണകൾ അടുത്ത് വരുന്നത്. എത്രയോ അനുഭവങ്ങളുണ്ട് ഈ ഒരു അമല് ചെയ്തുകൊണ്ട്. നമ്മൾ അമല് ചെയ്തിട്ട് ഓരോരോ അമല് പറയുന്ന സമയത്ത് അതിൻ്റെ കമൻറ്റ് സെക്ഷൻ നിങ്ങൾ വായിച്ചാൽ മതി. തങ്ങൾ ഈ ഒരു അമല് ചെയ്തു, എൻ്റെ കാര്യം റെഡിയായി, അൽഹംദുലില്ലാഹ്, എങ്ങനെ നന്ദി പറയണമെന്നറിയുന്നില്ല.
ഇത്രയും സന്തോഷപ്പെട്ട് പറഞ്ഞവര്. എൻ്റെ ഫോണിലെ മെസ്സേജ് വാട്സപ്പ് എടുത്തു നോക്കിയാൽ തന്നെ അതിന് കുറേ മെസ്സേജുകളാണ്. തങ്ങൾ പറഞ്ഞ അമല് ചെയ്തു, റാഹത്തായി. തങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞ ആ ഒരു അമല് ചെയ്തു, റാഹത്തായി. അങ്ങനെ മെസ്സേജുകളാണ്. കാരണം ഇതൊക്കെ നമ്മളെ ഒരു ഇജാസിയത്തോടു കൂടി നിങ്ങൾക്ക് തരാണ്. അത് നിങ്ങൾ സ്വീകരിച്ച് റാഹത്തായിട്ട് സമ്മതം ചോദിച്ച് സ്വീകരിക്കുന്നവരുണ്ട്, വിളിച്ച് സമ്മതം ചോദിച്ച് സ്വീകരിക്കുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് അവർ ചെയ്യാണ്. അപ്പോൾ അവർക്ക് ജീവിതത്തിൽ അവരുടെ കാലം റെഡിയായി കിട്ടുകയാണ്, അവരുടെ മുറാദുകൾ ഹാസിലാവാണ്. ഇൻഷാ അല്ലാഹ് ഇതൊന്നും പഠിച്ചിട്ടല്ല. ഒരു കാര്യം പഠിച്ചൊരു ഒരാളെ നമ്മൾ നീന്താനുള്ളത് കൈ ഇങ്ങോട്ടടിക്കുക, കാലിങ്ങോട്ടടിക്കുക, അങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ നീന്ത എന്ന് എഴുതി പഠിപ്പിച്ചിട്ട് അവനെ കുളത്തിലിട്ട് അങ്ങനെ ഇരിക്കും, അവൻ മുങ്ങിപ്പൊന്തും. അങ്ങനെ ഇത് പഠിച്ചു വരുന്നതല്ല. പഠിച്ചു വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? മുങ്ങിപ്പൊന്തും. ഇതൊക്കെ ഒരു ഇജാസിയത്തോടു കൂടി, ഒരു പൊരുത്തത്തോടു കൂടി സ്വീകരിക്കേണ്ടതാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ഒരു അമലിനെ ഇത്ര ബുദ്ധിമുട്ടുള്ള ആളുകൾ, ഇത്ര പ്രയാസമുള്ള ആളുകൾ ചെയ്യുക. ഇൻഷാ അല്ലാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ, ആ പ്രയാസം അള്ളാഹു മാറ്റിത്തരട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു കാര്യം ഉണർത്താനുള്ളത്, നമ്മളെപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ സയ്യിദിയ മജ്ലിസ് 5:45 മജ്ലിസ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്, ഈ ഒരു ചാനലിൽ തന്നെയാണ്. എല്ലാവരും ഇൻഷാ അല്ലാഹ് മജ്ലിസിൽ പങ്കെടുക്കുക. ദിക്ർ ചൊല്ലുന്ന, ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന, സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്ന മജ്ലിസ് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുകയാണ്. അതിലൊരു ആമീൻ എന്നൊരു പ്രാർത്ഥനയിൽ ആമീൻ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ആമീൻ അള്ളാഹു സ്വീകരിക്കും, അള്ളാഹു തട്ടിമാറ്റൂല, അള്ളാഹു കബൂലാക്കും. എൻ്റെ മുഅ്മിനീങ്ങളെ, അതുപോലെ അത് മതി നമുക്ക് ജീവിതത്തിലെ ഉയർച്ചകൾ ഉണ്ടാവാൻ, നമ്മുടെ കടങ്ങൾ വീടാൻ, നമ്മളെ ഈ ബുദ്ധിമുട്ടും ഈ പ്രയാസവും ഈ തടസ്സവും ഈ ഇടങ്ങേറും പൈശാചികമായിട്ടുള്ള എല്ലാ ഉപദ്രവങ്ങളും എല്ലാ കെട്ടുകളും ബാത്തിലാവാൻ ആ ഒരു ആമീൻ മതി. അള്ളാഹു സ്വീകരിച്ചാൽ അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. കുറേ അമലുകൾ നമ്മൾ പറയുന്നുണ്ട്, കുറേ ആളുകൾ അത് സ്വീകരിക്കുന്നുണ്ട്. ഹൃദയത്തോട് വെച്ച് ഇഷ്ടം വെക്കുന്നവർ, സ്വീകരിക്കുന്നവർ, മറ്റുള്ളവരിലേക്ക് അറിയിച്ചു കൊടുക്കുന്നവർ. ഇൻഷാ അല്ലാഹ് എല്ലാ അമലും നമ്മൾ പറയും. ഇൻഷാ അല്ലാഹ് എല്ലാവരും അത് സ്വീകരിക്കാം. ഈ ഒരു മജ്ലിസിനെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഹൃദയത്തോട് വെച്ച് ഇഷ്ടം വെക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.